വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ടൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ജ്ഞാനേഷ് കുമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി. വിവേക് ജോഷിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സിലക്ഷൻ പ്രക്രിയ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പിനിടെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. നിലവിലെ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ സീനിയർ ആയിരുന്നു ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി 1989 ഹരിയാന കേഡർ IAS ഉദ്യോഗസ്ഥനും ഹരിയാന ചീഫ് സെക്രട്ടറിയുമായിട്ടുള്ള വിവേക് ജോഷിയെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരടങ്ങിയ സമിതിയാണ് ഇന്നലെ യോഗം ചേർന്ന് CECയെ തീരുമാനിച്ചത്. നിലവിലെ CEC രാജീവ് കുമാർ 4.5 വർഷത്തെ സേവനത്തിനൊടുവിൽ ഇന്ന് സ്ഥാനമൊഴിയും. ജ്ഞാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കും. UP സ്വദേശിയായിട്ടുള്ള ഈ ജ്ഞാനേഷ് 1988 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയാനും അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് സ്ഥാപിക്കാനുമുള്ള നടപടികൾക്ക് ചുക്കാൻ പിടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഈ 2 കാര്യങ്ങളാണ്. അതായത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയാനും അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് സ്ഥാപിക്കാനുമുള്ള നടപടികൾക്ക് ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ബാക്കി 2 കമ്മീഷണർമാരുള്ളതിനകത്ത് ഒന്നാരാണ്? വിവേക് ജോഷിയാണെന്ന് ഓർക്കുക. PSCക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ സ്വരാജ് ട്രോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തതാണ് ആ ഒരു കറണ്ട് അഫെയർ ആണ് ഇനിയുള്ളത്. കൊല്ലം മികച്ച ജില്ലാ പഞ്ചായത്ത്. നഗരസഭകളിൽ ഗുരുവായൂർ, ഗ്രാമപഞ്ചായത്തുകളിൽ കോട്ടയം, വെള്ളിയന്നൂർ ഒന്നാമത്. അപ്പോൾ സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, അതുപോലെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം എന്നിവ മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ ആദ്യം 3 സ്ഥാനക്കാർക്ക് 50 ലക്ഷം രൂപ, 40 ലക്ഷം, 30 ലക്ഷം വീതവും, ജില്ലാ തലത്തിലാണെങ്കിൽ ആദ്യ 2 സ്ഥാനക്കാർക്ക് 20 ലക്ഷം, 10 ലക്ഷം വീതമൊക്കെയാണ് ഈ പുരസ്കാരത്തിൻ്റെ തുക കൊടുക്കുന്നത്. സംസ്ഥാന തലത്തിലെ പുരസ്കാരങ്ങൾ ആദ്യ 3 സ്ഥാനങ്ങളെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അർഹരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ എല്ലാ വിഭാഗങ്ങളിലും 3 വീതം പുരസ്കാരങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണെന്ന് നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊല്ലവും തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്തിൽ കൊല്ലം, തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ് മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക്, തൃശ്ശൂർ കൊടകര ബ്ലോക്ക്, കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക്. ഇതൊക്കെ ബ്ലോക്ക് പഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തുകളാണ് കോട്ടയം വെള്ളിയന്നൂരാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. മികച്ച ഗ്രാമപഞ്ചായത്തിൽ കോട്ടയം വെള്ളിയന്നൂർ, തിരുവനന്തപുരം ഊഴമലക്കൽ, തൃശ്ശൂർ മറ്റത്തൂർ. മികച്ച നഗരസഭയാണ് തൃശ്ശൂർ ഗുരുവായൂർ, തൃശ്ശൂർ വടക്കാഞ്ചേരി, കണ്ണൂർ ആന്തൂർ. മികച്ച കോർപ്പറേഷനാണ് ഏത്? തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഇനിയാണ് തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള മഹാത്മാ പുരസ്കാരം ഏതിനൊക്കെയാണെന്ന് നോക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം, പെരുങ്കടവിള, കാസർഗോഡ്, നീലേശ്വരം, പാലക്കാട്, അട്ടപ്പാടി. ഗ്രാമപഞ്ചായത്താണെങ്കിലോ തിരുവനന്തപുരം ഒറ്റശേഖര മണ്ഡലം, അതുപോലെ ആലപ്പുഴ മുട്ടാറ്, തിരുവനന്തപുരം കള്ളിക്കാട്. അടുത്ത പുരസ്കാരമാണ് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. നഗരസഭയാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി, പാലക്കാട് പട്ടാമ്പി. കോർപ്പറേഷനാണെങ്കിൽ കൊല്ലമാണ്. ലൈഫ് മിഷൻ പുരസ്കാരം കിട്ടിയ ഗ്രാമപഞ്ചായത്താണ് മലപ്പുറം അമരമ്പലം, കൊല്ലം കുളത്തൂപ്പുഴ. നഗരസഭയാണെങ്കിലോ മലപ്പുറം പെരിന്തൽമണ്ണ, തിരുവനന്തപുരം കോർപ്പറേഷൻ, പാലക്കാട് ഒറ്റപ്പാലം. 2ാം സ്ഥാനത്ത് 2 എണ്ണം ഉണ്ട്. അതായത് തിരുവനന്തപുരവും കോർപ്പറേഷനുണ്ട്, പാലക്കാട് ഒറ്റപ്പാലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ച് പഠിക്കുക. അതായത് സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എംപോക്സ് ക്ലെയ്ഡ് IB പൊട്ടിപ്പുറപ്പെടുന്നത് 2023 സെപ്റ്റംബറിൽ ഉയർന്നു വന്നത് മുതൽ പൊതുജനാരോഗ്യ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. സമീപകാല ജീനോമിക് എപ്പിഡെമിയോളജിക്കൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പൊട്ടിപ്പുറപ്പെടൽ പ്രാഥമികമായിട്ട് ലൈംഗിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രോഗം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് എംപോക്സ് ക്ലെയ്ഡ് IB പൊട്ടിപ്പുറപ്പെടുന്നത്. അന്റാർട്ടിക്കയിൽ വസിക്കുന്ന ഒരേയൊരു പ്രാണിയാണ് ഏത്? അന്റാർട്ടിക് മിഡ്ജ് കേട്ടോ. അന്റാർട്ടിക് മിഡ്ജ് എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലുള്ളൊരു പ്രാണിയാണ്. ഭൂമിയിലെ ഏറ്റവും കഠിനമായ കാലാവസ്ഥകളിലൊന്നിൽ അതിജീവിക്കാൻ ഇത് പൊരുത്തപ്പെട്ടു.
കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി കേരള സർക്കാർ ആരോഗ്യ സംരക്ഷണത്തിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് സമഗ്രമായ പരിരക്ഷ നൽകുക എന്നതാണ് ഈ സംയോജിത ആരോഗ്യ സംരക്ഷണ പദ്ധതി ലക്ഷ്യമിടുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ കർണാടകയിലെ 61 റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസനത്തിനായി ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ തിരഞ്ഞെടുത്തു. ഈ സ്റ്റേഷനുകളിലെ സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കാനും മെച്ചപ്പെടുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. അപ്പം ഈ ABSS എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം 61ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള ഭൗമ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ നേരിയ മാറ്റം കൊണ്ടുവന്നു. 2025 ഫെബ്രുവരിയിൽ നടന്ന സമ്മേളനം പങ്കെടുക്കുന്നവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്ത മുൻഗണനകളും ഉണ്ടായി. ഇന്ത്യയിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിയമനിർമ്മാണ നിർദ്ദേശമാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025. 2025 മാർച്ച് 10 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബില്ല് ഇമിഗ്രേഷൻ നിയമങ്ങൾ ഏകീകരിക്കാനും നവീകരിക്കാനും ലക്ഷ്യമിടുന്നു. 2025 ഫെബ്രുവരി 16-17 തീയതികളിൽ മസ്കറ്റിൽ വെച്ചാണ് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിൻ്റെ 8ാമത് പതിപ്പ് ആരംഭിച്ചത്. സമുദ്ര പങ്കാളിത്തത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അപ്പോൾ ചോദിക്കാം, IOCയുടെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ 8ാമത് പതിപ്പാണ്. സമുദ്ര പങ്കാളിത്തത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്കുള്ള യാത്ര എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമുദ്ര മേഖലയിൽ ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുകയും പുതിയ പങ്കാളിത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അടുത്തിടെ യുനെസ്കോ അന്താരാഷ്ട്ര ശാസ്ത്ര വനിതാ പെൺകുട്ടി ദിനത്തിൻ്റെ 10ാം വാർഷികം ആഘോഷിച്ചത് ശാസ്ത്രത്തിൽ കൂടുതൽ സ്ത്രീകളുള്ള ഒരു ലോകം സങ്കല്പിക്കുക. അപ്പോൾ കൂടുതൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് എന്തിൽ വേണം? സയൻസിൽ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചുകൊണ്ടാണ് യുനെസ്കോ അന്താരാഷ്ട്ര ശാസ്ത്ര വനിതാ പെൺകുട്ടി ദിനത്തിൻ്റെ 10ാം വാർഷികം ആഘോഷിച്ചത്. ശാസ്ത്രമേഖലയിലുള്ള ലിംഗപരമായിട്ടുള്ള വിടവ് പരിഹരിക്കുക എന്നതാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസ്. താങ്ക് യു.